അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു ശനിയാഴ്ച പകലിൽ നമ്മൾ ഒരുമിച്ച് കൂടിയില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ആയുസ്സും ആരോഗ്യം തന്ന ആഫിയത്ത് തന്ന അല്ലാഹുവിന്റെ സർവ്വസ്തുതികളും അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ ശനിയാഴ്ചയും വോയിസ് ഓഫ് ഷഫീഖ് ബദ്രീൻ ചാനലിലൂടെ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനമാണ്. നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ പഠനങ്ങളാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ, അങ്ങനെ ഓരോ ദിവസങ്ങളുടെ കാറ്റഗറിയാണ്. ഇന്ന് ഖുർആന്റെ ദിവസമാണ്. നമ്മൾ ഖുർആൻ പഠിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ മഹത്വത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ശഅബാനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ശഅബാൻ വന്നാലും റജബ് വന്നാലും നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ശഅബാൻ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന, റമളാൻ വരാനിരിക്കുന്ന വിപത്തുകളെ തടയാൻ കഴിയുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്, ചില സൂറത്തുകളെ പറ്റിയാണ്. ഈ 10 സൂറത്തുകൾ ആര് പതിവാക്കുന്നുവോ, വലിയ സൂറത്തൊന്നുമല്ല, അറിയാവുന്ന ഈ 10 സൂറത്തുകൾ ആര് ശഅബാൻ മാസത്തിലെന്നല്ല റമളാനിലൊക്കെ ഇന്ന് മുതൽ നിത്യമാക്കുന്നുവോ, വരാനിരിക്കുന്ന 10 ദുരന്തങ്ങൾ അല്ലാഹു തടയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വരാനിരിക്കുന്ന, വന്നത് പിന്നെ അപ്പോഴേ മാറുമെന്നല്ലേ, വരാനിരിക്കുന്നത് പോലും തടയിടാൻ കഴിയുന്ന അത്ഭുത രക്ഷാകവചം തീർക്കുന്ന 10 ചെറിയ സൂറത്തിന്റെ മഹത്വം വേഗം ഒന്ന് പറഞ്ഞു പോകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ ഈ പറയുന്ന കാര്യങ്ങൾ, സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാർഗമായി മാറുക, ഉറപ്പായും രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കട്ടെ. 10 ദുരന്തങ്ങളെയാണ് തടയാൻ പോകുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. ഒന്നാമത്തത് ഖുർആന്റെ ഏറ്റവും അവസാന സൂറത്ത് സൂറത്തുൻ നാസാണ്. അത് നമ്മൾ ചൊല്ലു ഉസ്താദേ. ആയിക്കോട്ടെ, മഹത്വം കേട്ടോളി. ഈ സൂറത്തുൻ നാസ് ആരെങ്കിലും നിത്യമായി പതിവാക്കിയാൽ അവന് വസ്വാസുകളെ തൊട്ട് കാവൽ കിട്ടുന്നതാണ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിൽ തന്നെ 4 നിസ്കരിച്ചോ 5 നിസ്കരിച്ചോ, അനി ഫാത്തിഹ ഓതിയോ സൂറത്ത് ഓതിയോ, ഒളു എടുക്കുമ്പോൾ കൈ കഴുകിയോ, ചെവി തടകിയോ, തല തടകിയോ, ഖുർആൻ ഓതിയപ്പോൾ എവിടെയാണ് അവസാനിപ്പിച്ചത്, ബിസ്മി ഓതിയോ, ഫാത്തിഹ ഓതിയപ്പോൾ ആമീൻ പറഞ്ഞതൊക്കെ സംശയമാണ്, വസ്വാസാണ്. അത് വെച്ചാൽ ശരിയാവൂല, ഇത് വെച്ചാൽ ശരിയാവൂല, കുളിച്ചാൽ ശരിയാവൂല, അങ്ങനെ സംശയങ്ങൾ അല്ലാഹു കാക്കട്ടെ. വലിയ പ്രശ്നമാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ശുചീകരണം നടത്തുമ്പോൾ അത് വൃത്തിയായോ, മൂത്രം വീണ്ടും വന്നോ, അതൊക്കെ ഭയങ്കര സംശയമാണ്, വസ്വാസാണ്, ഇബ്ലീസിന്റെ കളിയാണ്. അല്ലാഹു കാക്കട്ടെ. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക്, വസ്വാസ് ഉള്ളവർ ഇത് പതിവാക്കുന്നവർക്ക് വസ്വാസിനി വരൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അത് മാത്രമല്ല, വല്ലവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നേടാനുണ്ടെങ്കിൽ, നമുക്ക് കിട്ടാറുണ്ട്, ഓഫീസിൽ നിന്നാകട്ടെ പഞ്ചായത്തിൽ നിന്നാകട്ടെ, ഇത് പതിവാക്കിയാൽ വല്ലവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, അത് പൈസയാകട്ടെ, എന്തെങ്കിലും സാക്ഷനാകട്ടെ, ഒപ്പുകളാകട്ടെ, അത് നമുക്ക് കിട്ടുന്ന. അപ്പൊ ഒന്നാമത്തെ സൂറത്തുൻ നാസ്. അടുത്ത സൂറത്താണ് സൂറത്തുൽ ഫലഖ്. അല്ലേ? സൂറത്തുൽ ഫലഖ് നമുക്കറിയാം, റബ്ബിൽ ഫലഖ്, ഇതെല്ലാവർക്കും അറിയാം. ഈ ഫലഖ് ഓതിയാൽ കണ്ണേറ്, സിഹിർ, അതുപോലെ അസൂയ, വിളിദോഷം, പ്രാക്ക്, ഇത് തുടങ്ങിയുള്ള ഒരു ദുരന്തങ്ങൾ നമുക്ക് വരില്ല. നമ്മളിങ്ങനെ ജോലിക്ക് പോകണം, ഒരു കുഴപ്പമില്ല, ഒരു ദിവസം പോലും ഒഴിവില്ല, എന്നും ജോലി തീർന്നു, നാളെ തൊട്ട് പറയുന്നു വരണ്ട. കണ്ണേറാണ്. ഒരു നില വീട് വെച്ച് മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ടു, എവിടെന്നാ പൈസ, ഇന്റർലോക്ക് തീർന്നു, കണ്ണേറാണ്. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ കുടുംബത്തിൽ ആർക്കും, നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നമുക്ക് ശത്രുക്കൾ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സിഹർ ചെയ്യാണ്. അങ്ങനെ ചെയ്യരുത്, അല്ലാഹു കാക്കട്ടെ. സിഹർ ചെയ്യൽ ഹറാമാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്. ഒരാളെ നമ്മൾ തകർക്കാൻ പാടില്ല. തിരിച്ചു തന്നെ ആദ്യമൊക്കെ കുറച്ച് നേട്ടം ഉണ്ടാവുമെങ്കിലും നമുക്ക് തിരിച്ചു തന്നെ വരുമെന്ന് മറക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? സിഹർ നമ്മളെ നശിക്കും. സിഹർ, കണ്ണേറ്, സിഹറുകളൊക്കെ കബറിൽ കൊണ്ടെത്തിക്കും നമ്മളെ. അല്ലാഹു കാക്കട്ടെ. ആ സിഹറിൽ നിന്ന് രക്ഷ. ചില ആളുകൾക്ക് മനം, എന്താ പറയാ, വിളിദോഷം. നിന്റെ വണ്ടി എന്താടാ, തീർന്നു, വിളിദോഷം ഉണ്ടാവും. ഇതൊന്നും ഈ സൂറത്തുൽ ഫലഖ് പതിവാക്കുന്നവർക്ക് ഉണ്ടാവൂല. മൂന്നാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്, അതൊക്കെ അറിയാത്തവരാരും ഉണ്ടാവൂല. ആ സൂറത്ത് പതിവാക്കുന്നവർക്ക് കാപട്യം ഉണ്ടാവൂല, ഈമാനോട് കൂടി അല്ലാതെ മരണപ്പെടൂല. 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അള്ളാന്റെ അർശ് അവൻ ഇഷ്ടപ്പെടുന്നതാണ്. അത് മാത്രമല്ല, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക വലിയ പ്രശ്നമാണ് കടങ്ങൾ. അല്ലാഹു കടങ്ങളെ തൊട്ട് കാക്കട്ടെ. ചെറിയ ജോലിയാണെങ്കിലും അതിന് ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ചെയ്യുന്ന അത്രയും ചൊല്ലിക്കോളിമ്മ. മരിക്കുന്നതിന് മുമ്പ് ഒരു 70,000 ഇഖ്ലാസ് നിങ്ങൾ ഓതിയാൽ, 70,000 ഇഖ്ലാസ്, അല്ല മറ്റൊരു ഹദീസിൽ 1,00,000 എന്ന് കാണാം, നിങ്ങൾ പതിവാക്കിയ നിങ്ങളുടെ ഖബർ പ്രകാശിക്കുന്ന മാത്രമല്ല, മയ്യത്ത് പോലും അല്ലാഹു മുഖത്ത് പ്രകാശം തരുന്ന. 1,00,000 ഇഖ്ലാസ് ഓതിയ, 70,000 എങ്കിലും ഓതിയ നമുക്ക് ഇന്നോട്ട് പതിവാക്കാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ നമുക്കെല്ലാം ഓതുന്നവരാണ്. എന്താണ്? ദാരിദ്ര്യം ഉണ്ടാവില്ല. ആരുടെ മുന്നിലും പോയി നീട്ടി വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ തോർത്ത് വിരിച്ച് യാചിക്കേണ്ട അവസ്ഥ, സംഘടനയുടെ ഒപ്പ് വാങ്ങി, കത്ത് വാങ്ങി പള്ളികൾ ഓടി നടക്കൽ ഒരു ദുരന്തം തരൂല. ദാരിദ്ര്യത തരൂല. കടങ്ങളുള്ള വീട്ടിൽ തരും.
എത്ര കോടി രൂപ കടമുണ്ടെങ്കിലും ഇഖ്ലാസോടെ സൂറത്തുൽ വാഖിയ ഓതി വെക്കുക, ഉറപ്പായും കടങ്ങൾ വീടുന്ന വഴികൾ അറിയില്ല. അതുപോലെ എന്താ പറയാ, ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മാറ്റി തരുമെന്നാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മാറ്റി തരുമെന്നാണ്. ഇനിയോ അഞ്ചാമത്തെ സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടും. അൽഹംദുലില്ലാ, ഖബർ എന്ന് പറഞ്ഞാൽ ഒരാളും വരൂല. ഇന്നലെ നമ്മൾ പറഞ്ഞത് മണ്ണ് നമ്മോട് വിളിച്ചു പറയുന്ന 10 കാര്യങ്ങളെ പറ്റിയാണ് വ്യാഴാഴ്ച നമ്മൾ പഠിച്ചത്. ആ മണ്ണ് നമുക്ക് മണിയറയാക്കാൻ പറ്റും. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹ് ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ സൂറത്തുൽ കാഫിറൂന, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന കാഫിറൂന സൂറത്ത്. ഈ സൂറത്ത് ഈമാൻ ഇല്ലാതെ മരണപ്പെടൂല. ഇത് ഓതുന്നവർക്ക് ഈമാൻ ഇല്ലാതെ മരണപ്പെടൂല. മാത്രമല്ല, എന്തെങ്കിലും ഒരു ഉദ്ദേശം നടക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകണം, പോയ കാര്യം നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹലാല വിവാഹം നടക്കണം, എന്താവശ്യമാകട്ടെ, ഏതൊരു ഹലാലായ ആവശ്യത്തിനും സുബൈ കഴിഞ്ഞ് 21 തവണ, മഗ്രിബ് കഴിഞ്ഞ് 21 തവണ ഇന്ന നിയ്യത്തിൽ പഠിച്ചവനെ എനിക്ക് ഇന്ന എക്സാമാണ് തിങ്കളാഴ്ച വിജയിപ്പിക്കണമെന്ന നിയ്യത്തിൽ ഹോൾ ടിക്കറ്റ് നമ്മൾ എക്സാം ആണെന്ന് അറിയുന്ന അന്ന് മുതൽ നമ്മളിങ്ങനെ ചൊല്ലാണ്. 21 വട്ട സുബൈ കഴിഞ്ഞു, 21 വട്ട മഗ്രിബ് കഴിഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട രീതി നിസ്കരിക്കണം, നിസ്കാരം കൂടി വേണം. ഹൃദയ ഖുർആനോണ്ട് മാത്രം രക്ഷയില്ല. നിസ്കാര ശേഷം 21 തവണ വെച്ച് ഏതൊരു ഹലാലായ മുറാദ് മനസ്സിൽ കരുതി പതിവാക്കുന്നുവോ അവനത് നിറവേറ്റിയിട്ടല്ലാതെ മടക്കൂല എന്നാണ്. പിന്നെന്താ സംശയം? 21 തവണ വെച്ച് അള്ളാഹ് ഭാഗ്യം തരട്ടെ. ഏഴാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ നമുക്കറിയാം അള്ളാന്റെ ദേഷ്യം, അള്ളാന്റെ കാവൽ നിന്ന് രക്ഷയാണ്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തഹജ്ജുദിന് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി ഒരു വഴിയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു വിചാരിക്കുക, ഇനി ഒരു രക്ഷയില്ലാതെ പ്രതിസന്ധി തീരെ അങ്ങ് അറം പറ്റും എന്നൊക്കെ പറയില്ലേ, അങ്ങ് അടഞ്ഞു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സമയത്ത് തഹജ്ജുദിന് ശേഷം 41 ഫാത്തിഹ നിങ്ങൾ പതിവാക്കി വെക്കുക. ആ വാതിൽ ഇങ്ങനെ തുറന്നു വരുന്നതായി കാണാം. അള്ളാഹ് കാക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപയാണ്. നീ എന്താ ചെയ്യണം? ഒരു രക്ഷയില്ല. തഹജ്ജുദ് കഴിഞ്ഞിട്ട് 41 ഫാത്തിഹ പതിവാക്ക്, ഉറപ്പായി വഴി അള്ളാഹ് തരും. നമ്മുടെ വാതിൽ അടഞ്ഞിട്ടുള്ളൂ, അള്ളാന്റെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന് മറന്നു പോകാൻ പാടില്ല. അതുപോലെ എട്ടാമത് ഖൽബുൽ ഖുർആൻ സൂറത്തുൽ യാസീനാണ്. സൂറത്തുൽ യാസീൻ പതിവാക്കിയാൽ അന്ത്യനാളിൽ ദാഹം ഉണ്ടാവില്ല, മരണസമയത്ത് ദാഹം ഉണ്ടാവില്ല. അല്ലേ? ദാഹം വലിയ പ്രശ്നമാണ്. മരണസമയം ദാഹം ഇങ്ങനെ അധികമാകുമ്പോൾ ഇബ്ലീസ് വെള്ളവുമായി വരുമ്പോൾ നമ്മൾ ചോദിക്കത്തി വെള്ളം തരുമോ? ഇബ്ലീസ് പറയും നീ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യ്, നമുക്ക് തല കുനിക്കും. കാഫിറായി. അള്ളാഹ് കാക്കട്ടെ. ഒരു കടലിന്റെ വെള്ളം പോലും കുടിച്ച തീരാത്ത ദാഹം ഉണ്ടാവുന്നതാണ്. അള്ളാഹ് കാക്കട്ടെ. അന്ത്യനാളിലും ദാഹം ഉണ്ടാവില്ല, മരണസമയത്തും ദാഹം ഉണ്ടാവില്ല. ഇഖ്ലാസോടെ യാസീൻ ഓതിയാൽ 10 തവണ ഖുർആൻ പൂർത്തിയാക്കിയ ഖത്തം തീർത്ത കൂലിയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതിയാൽ അവർക്ക് സ്വർഗം കിട്ടും, ഖബർ ശിക്ഷ രക്ഷപ്പെടുമെന്ന് മഹാത്മാ രേഖപ്പെടുത്തി വെക്കുന്നു. 9-ാമത്തത് സൂറത്ത് ദുഹാനാണ്. സൂറത്ത് ദുഹാൻ ആരെങ്കിലും പതിവാക്കിയാൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. സിഹിറുകൾ, ഇബ്ലീസിന്റെ ഉപദ്രവം നമുക്ക് ഉണ്ടാവില്ല. തെറ്റിലേക്ക് നമ്മളെ നയിക്കാം, ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ രാത്രി ഒരു മനുഷ്യൻ 70,000 ഒരു തവണ ഓതിയാൽ 70,000 മലക്കവന് വേണ്ടി പാപമോചനം തേടും. നമ്മൾ മഗ്‌രിബ് നിസ്കാരങ്ങളിൽ സൂറത്ത് ദുഹാൻ എന്ന് മുതൽ ഓതിയാൽ ഒറ്റ തവണ ഓതിയാൽ 70,000 മലക്ക് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവൻ വെളുക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു തവണ ഓതിയ സ്വർഗത്തിലൊരു വീട് പണിയുമെന്നാണ്. സ്വർഗത്തിൽ വീട് വെക്കണമെങ്കിൽ വീട്ടിലെ ഉടമസ്ഥൻ വേണം. അപ്പൊ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായി. ഒരു തവണ ഓതി ഒരു വീട്, ഒരു തവണ ഓതി 70,000 മലക്ക് പാപമോചനം. അള്ളാഹ് ഭാഗ്യം തരട്ടെ. അതുപോലെ സൂറത്തുൽ കൗസർ, 10-ാമത്തെ സൂറത്തുൽ കൗസറാണ്. എതിരാളികളെ ഭയപ്പെടേണ്ട, ശത്രുവിന് ഭയങ്കര നമുക്ക് ശത്രു സംരക്ഷണ കവചമാണ്. കുടുംബവും കച്ചവടവും എന്നിവയൊക്കെ സംരക്ഷണമാണ്. പതിവാക്കുന്നവർക്ക് മുത്തുനബി തങ്ങളെ സ്വപ്നം കാണാം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. ഓരോ സൂറത്തിനെ മാത്രം നമുക്ക് പിന്നീട് പഠിക്കാം. ഞാൻ ഈ 10 ദുരന്തങ്ങൾ തടയുന്ന ഈ 10 അത്ഭുതത്തിന്റെ സൂറത്തിനെയും ഈ ഷഅബാന്റെ രാത്രത്തിൽ പഠിക്കാമെന്ന് കരുതി. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് എൻ്റെ പ്രിയമുള്ളവരെ, അതോടൊപ്പം സ്വർഗം നിബിതങ്ങളെ കാണാൻ കഴിയും, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയും. സ്വർഗത്തിൽ പരസ്പരം കാണുന്ന ദിവസങ്ങളുണ്ട്. നമുക്ക് നിബിതങ്ങളെ കാണേണ്ട. അതുപോലെ വാപ്പ ഉമ്മയെ, ഉമ്മ വാപ്പയെ, അതുപോലെ മക്കൾ മാതാപിതാക്കൾ, അങ്ങനെ പരസ്പരം കാണുന്ന ദിവസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാനുണ്ട്, അത് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം തയ്യാറാക്കിയപ്പോൾ അത് കണ്ടത്. പക്ഷേ അത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. സ്വർഗത്തിന്റെ അവകാശികൾ പരസ്പരം കാണുന്ന ദിവസങ്ങൾ, ഓരോ റൊട്ടേഷനാണ്. ഇൻഷാ അല്ലാഹ് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ തന്നെ ചാനലാണ്, മജ്ലിസാണ് ബദറിൻ തീരം എന്ന മജ്ലിസ്. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നവരാണ്. രാത്രി 9 മണിക്ക് ബദറിൻ തീരം ലൈവ് എന്നടിച്ചാൽ 9 മണിക്ക് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്ന അതൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. 10,000 പ്രാർത്ഥനാ സദസ്സാണ്. അൽഹംദുലില്ലാ. അതിലും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ചാനലിന്റെ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പുരുഷന്മാർക്ക് ഒരു ഗ്രൂപ്പ്, സ്ത്രീകൾക്ക് മറ്റൊരു ഗ്രൂപ്പ്.
ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങൾ, വിധകൾ, ബുദ്ധിമുട്ടുള്ള മാറ്റിക്കൊടുക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഅബാനിലും റമളാനിലൊക്കെ അല്ലാഹു ബറക്കത്ത് തരികയും ഈമാനോടെ ജീവിച്ച് മരണം മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.